റിപ്പബ്ലിക് പരേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവർക്കും മനസ്സിലെത്തുക സൈനിക ശക്തിയുടെയും യുദ്ധക്കോപ്പുകളുടെയും വമ്പൻ പ്രദർശനമാണ്. ഈ മാസം 26-ാം തീയതി ഇന്ത്യ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഒരു പരേഡിന് രാജ്യം സാക്ഷ്യം വഹിക്കും. രാജ്യ തലസ്ഥാനത്ത് കർത്തവ്യ പഥത്തിലൂടെ അഭിമാനത്തോടെ തല ഉയർത്തി നീങ്ങുന്ന പരേഡിന്റെ ഭാഗമായി ഇത്തവണ പുതിയൊരു സംഘം സൈനികരുമുണ്ടാകും. അതാരാണ് ഇതുവരെ കാണാത്ത ഇന്ത്യൻ സൈനികർ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കാൻ തയ്യാറെടുക്കുന്നത് ഇന്ത്യൻ സേനയുടെ ഭാഗമായ ഒരു കൂട്ടം മൃഗങ്ങളാണ്. രാജ്യത്തിന്റെ അതിരുകളിൽ സുരക്ഷ കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഈ സേനാമൃഗങ്ങൾ അതുല്യ സംഭാവനകൾ കൊണ്ടും ത്യാഗപൂർണമായ സേവനങ്ങൾ കൊണ്ടും ഇന്ത്യയുടെ അഭിമാനമായവരാണ്. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ആർമിയുടെ റീമൗണ്ട് ആൻഡ് വെറ്ററിനറി കോർ അഥവാ RVC അണിനിരത്തുന്ന പ്രത്യേക മൃഗവിഭാഗം പരേഡിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ത്യയിലെ ഓരോ പൗരനും വലിയ അഭിമാനമാണ് നൽകുന്നത്. പരേഡിൽ പങ്കെടുക്കുന്ന സേനാ മൃഗങ്ങളിൽ 2 ബാക്ട്രിയൻ ഒട്ടകങ്ങൾ, 4 സാൻസ്കാർ കുതിരകൾ, 4 വലിയ പക്ഷികൾ, 10 ദേശീയ ഇനത്തിലുള്ള സൈനിക നായ്ക്കൾ, സേവന നിരയിൽ ഇപ്പോഴുള്ള 6 മിലിറ്ററി നായ്ക്കൾ എന്നിവയാണ്. ഇവയെല്ലാം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷിയുടെ ശക്തമായ പ്രതീകമായി മാറിയവയാണ്. തണുത്ത മരുഭൂമികളുടെ കരുത്തൻ എന്ന് വിളിക്കുന്ന ബാക്ട്രിയൻ ഒട്ടകങ്ങൾ ലഡാക്കിലെ കൊടും ശൈത്യത്തിൽ, അതായത് മൈനസ് താപനില, കുറഞ്ഞ അളവിലുള്ള ഓക്സിജൻ, 15,000 അടി ഉയരം തുടങ്ങിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ ശേഷിയുള്ള മൃഗങ്ങളാണ്. ഇന്ത്യൻ സേനയുടെ കരുത്തുറ്റ പോരാളികളാണ് ഈ ഒട്ടകങ്ങൾ. ഇവയ്ക്ക് ഏകദേശം 250 കിലോഗ്രാം വരെ ഭാരം വഹിക്കാൻ കഴിവുണ്ട്. വളരെ കുറച്ച് വെള്ളവും ആഹാരവും കൊണ്ട് കാൽനടയായി ദീർഘദൂരം സഞ്ചരിക്കാൻ പ്രാപ്തരായ ഈ ഒട്ടകങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലെ പെട്രോളിങ്ങിനും ചരക്കു നീക്കത്തിനും മറ്റു സഹായങ്ങൾക്കും നിർണായക സംഭാവനയാണ് നൽകുന്നത്. ഇവയുടെ വിന്യാസത്തിനു ശേഷം നിയന്ത്രണ രേഖയുടെ പരിസരങ്ങളിലെ ഗതാഗത ശേഷിയിലും പ്രവർത്തന മികവിലും വർധനവുണ്ടായിട്ടുണ്ട്. സമാനമാണ് സാൻസ്കാർ കുതിരകളുടെ കാര്യവും. പോണികളുടെ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചെറിയ കുതിരകൾ ഇന്ത്യൻ മലനിരകളുടെ അഭിമാനമാണ്. ലഡാക്കിൽ നിന്നുള്ള അപൂർവവും സവിശേഷവുമായ ഈ വലിപ്പം കുറഞ്ഞ കുതിരകൾ ചെറിയ ശരീരഘടനയുള്ളവയാണെങ്കിലും അസാമാന്യമായ കരുത്തുള്ളവയാണ്. 40 മുതൽ 60 കിലോ വരെ ഭാരം വഹിക്കാനുള്ള കഴിവും -40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയും ഉള്ളവയാണ്. 15,000 അടി ഉയരങ്ങളിൽ മികച്ച രീതിയിൽ സേനയെ സഹായിക്കുന്നവയാണ് ഇവ. 2020 മുതൽ സിയാച്ചൻ പോലെയുള്ള ഏറ്റവും കടുത്ത കാലാവസ്ഥാ പ്രദേശങ്ങളിൽ സേവനം നടത്തി വരികയാണ് ഈ സേനാ മൃഗങ്ങൾ. ഇവർക്കൊപ്പം സൈനിക സേവനം നടത്തുന്ന റാപ്റ്ററുകൾ അഥവാ വലിയ ചിറകുള്ള പക്ഷികൾ ആകാശ നിരീക്ഷകരായി മുൻനിരയിലുണ്ടാകും. 4 വലിയ പക്ഷികൾ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമായുണ്ട്. ആകാശ സുരക്ഷ, ആകാശ നിരീക്ഷണം, സുരക്ഷാ സഹായം തുടങ്ങി നിരവധി കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നവയാണ് ഈ പക്ഷികൾ. ഇവരെ കൂടാതെ നിശബ്ദ സേവനം നിർവഹിക്കുന്ന മീററ്റിലെ RVC സെന്ററിൽ പരിശീലനം നേടിയ ഇന്ത്യൻ ആർമി നായ്ക്കൾ വർഷങ്ങളായി സൈന്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ, സ്ഫോടക വസ്തു കണ്ടെത്തൽ, മൈൻ ഡിറ്റക്ഷൻ, ട്രാക്കിംഗ്, രക്ഷാപ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ കൃത്യങ്ങളും തുടങ്ങി നിരവധി ജോലികൾ ഇവരിൽ ഭദ്രമാണ്. സേനയിൽ സേവനം നൽകുന്ന ഈ നായ്ക്കൾ വിവിധ പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും നേടിയവയാണ്. ഇവയെ കൂടാതെ ഇന്ത്യയിൽ പലയിടങ്ങളിൽ നിന്നുള്ള തദ്ദേശീയ നായ്ക്കളായ മുധോൽ ഹൗണ്ട്, രാംപൂർ ഹൗണ്ട്, ചിപ്പിപ്പാറ, കൊമ്പായ്, രാജപാളയം നായ്ക്കളെയും സേനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026 റിപ്പബ്ലിക് ദിനത്തിൽ കർത്തവ്യ പഥത്തിലൂടെ അഭിമാനത്തോടെ പങ്കെടുക്കാൻ തയ്യാറെടുക്കുന്ന ഈ സേനാമൃഗങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ വീര്യം, സൈനികരും യുദ്ധക്കോപ്പുകളും മാത്രമല്ല തങ്ങളുടെ സേവനങ്ങളും ഉൾപ്പെട്ടതാണെന്ന് തെളിയിക്കും. സിയാച്ചൻ മുതൽ ലഡാക്ക് വരെ ദുരന്ത ബാധിത പ്രദേശങ്ങളിൽ ധീരതയുടെ നിസ്വാർത്ഥ സേവനത്തിന്റെ അർപ്പണ ബോധത്തിന്റെ പ്രതീകങ്ങളാണ് ഇവ ഓരോന്നും. ഈ വരുന്ന റിപ്പബ്ലിക് പരേഡ് നേരിട്ടോ TVയിലോ കാണുമ്പോൾ മനസ്സിലാകും ഇവരുടെ തലയെടുപ്പും സേവന സന്നദ്ധതയും.